ഒരു ചെറിയ ദൂത് സ്തോത്രം നിങ്ങളോട് കൈമാറ്റം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവചനം അതിൻ്റെ 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ, 2-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം, ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിവള്ളിയുടെ തൈയായി തീർന്നത് എങ്ങനെ? ഇന്ന് പകൽക്കാലം ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തിന് നേരെ കടന്നു വരുന്നുവെങ്കിൽ നാം ഈ വാക്യത്തോട് എപ്രകാരം നമ്മളെ നട്ടവന് നമുക്ക് മറുപടി കൊടുക്കുവാൻ കഴിയും? ഒന്ന്, ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിന് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുവാൻ തക്കവണമാണ് അടുത്ത വാക്യം. നീ സ്തോത്രം നല്ല തൈയായി തന്നെ നട്ടിരിക്കേ. അപ്പൊ വിശിഷ്ട മുന്തിരിവള്ളിയല്ല. ഹല്ലേലൂയ. നിനക്ക് സംശയമുണ്ടെങ്കിൽ 2-ാമത്തെ വാക്യം ഊട്ടി ഉറപ്പിക്കുന്നത് എന്താണ്? നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി, അതെ, നല്ല തൈയായി തന്നെ നട്ടിരിക്കേ നീ എനിക്ക് കാട്ടുമുന്തിരിവള്ളിയുടെ തൈയായി തീർന്നത് എങ്ങനെ? പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നാം പറയാറുണ്ട്, കുഞ്ഞെ നിന്നെ ഞാൻ എങ്ങനെ വളർത്തിയതാണ്. കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി, സ്തോത്രം, നിന്നെ ഞാൻ താലോലിച്ച് നിനക്ക് വേണ്ട ഭക്ഷണം എൻ്റെ വയറ് മുറുക്കി കൊടുത്തുകൊണ്ട്, സ്തോത്രം, നിനക്ക് ഞാൻ ഉള്ള അന്നം നിന്നെ വളർത്തി. കുഞ്ഞെ, നീ എന്താ ഇങ്ങനെയായി പോയത്? നമ്മുടെ ദാനമായി തന്ന തലമുറകളെ ഓർത്ത് നാം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചങ്കിലെ ചോര നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയവൻ ചോദിക്കുകയാണ്, കുഞ്ഞെ, വിശിഷ്ട മുന്തിരിവള്ളിയായി, നല്ല മുന്തിരിവള്ളിയായി തന്നെ നിന്നെ നട്ടപ്പോൾ നീ എനിക്ക് കാട്ടുമുന്തിരിയുടെ അനുഭവം തന്നതെന്ത്? ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ ഒരു ചോദ്യചിഹ്നം പരിശുദ്ധനായ ദൈവം നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് എന്തു മറുപടി പറയുവാൻ കഴിയും? എങ്ങനെ നട്ടുവെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിന് 5-ാം അധ്യായത്തിൽ സ്തോത്രം ഇപ്രകാരം പറയുന്നു, എൻ്റെ പ്രിയതമനെ, 5-ാം അധ്യായം, എൻ്റെ പ്രിയതമനെ ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ. അതെന്താ അങ്ങനെ ഇരിക്കുന്നത്? ഒരു കുന്നിന്മേൽ എന്ന് എഴുതിയാൽ മതിയായിരുന്നു. ഫലവത്തായ ഒരു കുന്നിന്മേൽ, നല്ല ഫലവൃഷ്ടി ഹല്ലേലൂയ കായ്ക്കുന്ന ഒരു സ്ഥലമാകുന്ന, ഒരു പ്ലേസ് ആകുന്ന കുന്നിന്മേൽ എനിക്ക് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. പറഞ്ഞ വായിച്ചാട്ട്. അവൻ അതിന് വേലി കെട്ടി. ഒന്നാമത് അവൻ അതിന് വേലി കെട്ടി, കല്ല് പെറുക്കിക്കളഞ്ഞു. അവൻ കാത്തിരുന്നു, കായ്ച്ചതോ സ്തോത്രം. നോക്കണം, എങ്ങനെയാണ് നമ്മളെ നട്ടത്? ഫലവത്തായ ഒരു കുന്നിന്മേൽ, സ്തോത്രം, അതിന് വേലി കെട്ടി. കുഞ്ഞെ, നിന്നെ ഒരിക്കൽ പോലും ഒരു ദുഷ്ടൻ ആക്രമിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്ട്രോങ് വേലി കെട്ടി. സ്തോത്രം, ഹല്ലേലൂയ. അതിലെ കല്ല് വരക്കി കളഞ്ഞു. ജീവിതത്തിന്റെ കല്ലും മുള്ളുമാകുന്ന പ്രതിസന്ധികൾ ഓരോന്നും സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ മാറ്റി, ഹല്ലേലൂയ നിങ്ങളെ നീക്കിയിട്ട്, ഹല്ലേലൂയ ചുറ്റും ശത്രുവായവൻ തൊടുവാൻ കഴിയാത്ത രീതിയിൽ വേലി കെട്ടി, ഹല്ലേലൂയ നിന്നിൽ നിന്ന് ചിലത് പ്രതീക്ഷിച്ചുകൊണ്ട് സ്വർഗം നിന്നെ നട്ടപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് നിന്റെ ഭാവി ജീവിതം എങ്ങനെ ആയിരിക്കണം? അതിന് സ്തോത്രം ഒരു ഗോപുരം പണിതു. ഒരു ശത്രു പോലും കടന്നു വരുവാൻ കഴിയാതെ 24 മണിക്കൂറും അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവൻ ഗോപുരത്തിന് മുകളിൽ, ഹല്ലേലൂയ, നിന്റെ പാറയാകുന്ന, ഹല്ലേലൂയ നിന്റെ ഗോപുരമാകുന്ന ക്രിസ്തു നിന്നെ നോക്കി അലേർട്ടായി നിന്നെ കാത്തു സൂക്ഷിച്ചു. ആമേൻ, സ്തോത്രം. എന്നിട്ട് നോക്കിയപ്പോൾ നീ, സ്തോത്രം, അവൻ കാത്തിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മെ കുറിച്ച് സ്വർഗം കാത്തിരിക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. നമ്മെ നട്ടവന് ചങ്കിലെ ചോര തന്ന് നമ്മെ, ഹല്ലേലൂയ സ്തോത്രം, വീണ്ടെടുത്തവൻ, ഹല്ലേലൂയ നമ്മിൽ നിന്ന് എന്തു ഫലം കായ്ക്കുമെന്ന് സ്തോത്രം അവൻ ആഗ്രഹിച്ചു നോക്കുമ്പോൾ, ഹല്ലേലൂയ നട്ടതിന് കുഴപ്പമില്ല. ഹല്ലേലൂയ സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ എല്ലാവിധ കീടങ്ങളും മാറ്റി, എല്ലാവിധ പ്രതികൂലങ്ങളും മാറ്റി അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നിനക്ക് ജന്മം തന്നപ്പോൾ,
അമ്മയുടെ ഉദരത്തിൽ പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്നെ കുറിച്ച് നിർണയിച്ച് ഹല്ലേലൂയ നിന്നെ പേർ ചൊല്ലി വിളിച്ച് നിന്നെ അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്ക് നിന്നെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ കുഞ്ഞേ നീ എന്ത് ഫലം കൊടുത്തു? അതിന്റെ രണ്ടാം ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് സ്തോത്രം, ഹല്ലേലൂയ. യെരൂശലേം നിവാസികളെ, യഹൂദ പുരുഷന്മാരായുള്ളവരെ, എനിക്കും എന്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിപ്പീൻ. അതിനു മുമ്പ് സ്തോത്രം, ഈ ഫലം കൊടുക്കാതിരിപ്പാൻ തക്കവണ്ണം സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ എന്താ കാരണം? വേഗത്തിൽ ഞാൻ സ്തോത്രം ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം പെട്ടെന്ന് വായിച്ചാട്ട്. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. 13:22 വായിച്ചാട്ട്. സ്തോത്രം. ആ ആ ആ ആ ഒരുവൻ വചനം കേൾക്കുന്നു എങ്കിലോ. അപ്പോൾ വചനം കേൾക്കുന്നുണ്ടല്ലോ, വചനത്തെ കുറവല്ലോ ഉണ്ടോ? ഒരുവൻ വചനം കേൾക്കുന്നുവെങ്കിൽ വായിച്ചാട്ട്. ഈ ലോകത്തിന്റെ ചിന്തകൾ, ധനത്തിന്റെ വഞ്ചന, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. അപ്പൊ ഈ ലോകത്തിന്റെ ചിന്താഗതികൾ, ധനത്തിന്റെ സ്തോത്രം, ധനത്തിന്റെ വഞ്ചന, ധനത്തിന്റെ വഞ്ചന എന്ത് ചെയ്യുന്നു? നീ കഷ്ടപ്പെട്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആത്മതപരത്തോടും കടന്നു വന്ന് ദൈവസന്നിധിയിൽ വചനം കേൾക്കുമ്പോൾ, നീ വില കൊടുത്ത് ദൈവസന്നിധിയിൽ വചനം കേട്ട് ആരാധിക്കുമ്പോൾ, ആ വചനം നിന്റെ ഉള്ളിൽ നിന്ന് അത് കൊത്തിപ്പറക്കി കൊണ്ടുപോകുന്നു. ഓ ഹല്ലേലൂയ. ആ വചനത്തിന്റെ ധനത്തിന്റെ വഞ്ചനയോ ആ ആ ആ ഒരുത്തം വചനം കേട്ട് ഹല്ലേലൂയ. കുഞ്ഞെ, നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ആരാന്ന് നോക്കണ്ട. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം, കാലാന്തരങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നിനക്ക് ലഭിക്കുന്ന ദൂത് അത് അപ്രകാരം ചാടിപ്പിടിച്ചുകൊണ്ട് നിന്റെ പ്രാർത്ഥനാമുറിയിൽ നീ അയവിറക്കി ജാഗരിക്കുന്നുവെങ്കിൽ ആ ഫലം, ആ വചനം ഹല്ലേലൂയ ഫലം ചെയ്യാതെ, ഫലം പുറപ്പെടുവിക്കാതെ മടങ്ങി വരികയില്ല. ഹല്ലേലൂയ, മടങ്ങി വരികയില്ല. ഹല്ലേലൂയ. എപ്രകാരം വചനം കേൾക്കുന്നു എന്നുള്ളത് നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ തക്കോണം ഇടയാകട്ടെ. സ്തോത്രം. അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ നട്ടിട്ട് മാറി നിൽക്കുവാൻ കഴിയില്ല. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ 13:6 വായിച്ചാട്ട്. ആ ആ എല്ലാവർക്കും അറിയാത്ത ഭാഗമാണ്. അപ്പൊ 3 വർഷമായിട്ട് അവൻ ഫലം തിരിഞ്ഞു വന്നു. പ്രിയമുള്ളവരെ, ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്. നമ്മൾ ജോലിയിൽ ഭൗതികമാവുന്ന തലത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു ഓഡിറ്റർ, ഇൻവെന്ററി വരുമ്പോൾ സ്തോത്രം നമ്മൾ വളരെ അലേർട്ടായിരിക്കും. സങ്കീർത്തനക്കാരൻ ഇതാ പറയുന്നു, ഹല്ലേലൂയ, രാത്രിയിൽ അവൻ എന്റെ കിടക്കക്കരിയിൽ വന്ന് ഹല്ലേലൂയ എന്നെ പരിശോധിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടില്ല. എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയുവാൻ കഴിയും? എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയുവാൻ കഴിയും? അവൻ പരിശോധിച്ചപ്പോൾ, ഒരു പരിശോധകൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രിയമുള്ളവരെ സ്തോത്രം, നാം മനസ്സിലാക്കണം, ഇത് ഹല്ലേലൂയ ഫലം നട്ടവൻ, ഹല്ലേലൂയ നല്ലതായി നട്ടവൻ കടന്നു വരികയാണ്. എന്തെങ്കിലും ഫലമുണ്ടോ എന്ന് വായിച്ചാട്ടെ താഴോട്ട്. അവൻ അതിൽ ഫലം തിരിഞ്ഞു വന്നു, കണ്ടില്ലാതാനും. ആ സ്തോത്രം. ആ ആ ഫലം കായ്ക്കാത്തതിന്റെ കാരണം നാം മനസ്സിലാക്കി. ഇനിയും ഫലം കായ്ക്കുവാൻ തക്കവണ്ണം തമ്പുരാൻ ചിലത് ചെയ്യുവാൻ നമ്മുടെ ഈ പ്രഭാതത്തിൽ പ്രബോധിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ആത്മാവിൽ ഞാനൊരു ദൂത് പറയാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ, ഞാനതിന് ചുറ്റും കിളച്ച് ഒരു കിള നടക്കണം. നമ്മുടെ ജീവിതത്തിൽ ജീവിതമാകുന്ന പാന്താവിലോടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കിള നടക്കണം. ഏറെ നാളായി മഴയുടെ അനുഭവമില്ലാതെ, ജലാംശത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം അനുഭവമില്ലാതെ ഉറച്ചു കിടക്കുന്ന പാറയാകുന്ന ഹൃദയങ്ങൾ ഹല്ലേലൂയ ഒരു കിള നടത്തിയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ ഒരു കിള നടത്തിയെങ്കിൽ ഹല്ലേലൂയ അഗാധമായി കൂത്താലി ഹല്ലേലൂയ ആ തലത്തിലേക്ക് സ്തോത്രം ആഴ്ന്നിറങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു കിള നടത്തണം.
പരിശുദ്ധാത്മാവുന്ന നദി ജലം ഹല്ലേലൂയ അതിനെ നനയ്ക്കണം. നനയ്ക്കുമ്പോൾ ഹല്ലേലൂയ ഭൂമി അതിന് വിളവ് കൊടുക്കുന്നത് പോലെ മഴ പെയ്ത് ഹല്ലേലൂയ ഉറഞ്ഞിടക്കുന്ന നിലമുണ്ടല്ലോ, അതൊന്ന് സ്തോത്രം ബെൽറ്റായിട്ട് പരിശുദ്ധാത്മാവുന്ന നദി നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒഴുകി ചെല്ലുമ്പോൾ അവിടെ ചിലത് ഹല്ലേലൂയ മുളയ്ക്കുവാനിടയാകും. അങ്ങനെ മുളയ്ക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു, ഹല്ലേലൂയ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന ഫലം നിന്നിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. വചനം കേട്ടിട്ട് അത് പറവകൾ കൊത്തിയെടുത്തോണ്ട് പോവാനല്ല. അപ്പോ ഞാൻ ഇന്ന് കേട്ട വചനം എന്റെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകരുത്. ഹല്ലേലൂയ. അത് ഞാൻ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു കിള നടക്കണം. അടുത്തത് കിളച്ച് വളം അല്ല വളമിടുവോളം ഈ ആണ്ടുകൂടെ. പ്രിയമുള്ളവരെ, പിതാവായ ദൈവം പലപ്പോഴും നമ്മെ ഓരോരുത്തരെയും വെട്ടിക്കളയുവാൻ വാളോങ്ങുമ്പോണ്ടല്ലോ. ഹല്ലേലൂയ. ചങ്കിലെ ചോര തന്നവൻ ഇടിവിൽ നിന്ന് ഹല്ലേലൂയ പിതാവേ ഹല്ലേലൂയ ഇത് കായ്ക്കുമോന്ന് നോക്കട്ടെ, ഞാന് ആ വാളിനെ സ്തോത്രം കരം പിടിച്ച് തടഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് നാം ഓരോരുത്തരും ഇവിടെ നിലനിൽക്കുന്നത്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, സ്തോത്രം ഈ ദൈവവചനത്തിന് മുമ്പ് നമ്മെ അവൻ നട്ടു, വളരെ ഭംഗിയായി നട്ടു. സ്തോത്രം. ഉത്തമഗീതത്തില് ഒരു വാക്യമുണ്ട്. സ്തോത്രം. അതിന്റെ 1-ാം അധ്യായം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 2-ാം പാട്ട് വായിച്ചാട്ട് സ്തോത്രം 6-ാം അധ്യായം. എനിക്ക് 6-ാം വാക്യം 1-6 എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും എന്നെ തുറിച്ചു നോക്കരുത്. അടുത്തത് എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. അടുത്ത വാക്യം എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം. ഹല്ലേലൂയ. എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം. ഹല്ലേലൂയ. ഉടയവൻ ആഗ്രഹിച്ചപ്പോൾ എന്തുവാ ഇവിടെ ചെയ്തത്? അവിടെ സമർപ്പണമാണ്. ഇസ്രായേലിന്റെ അവിശ്വസതയ്ക്കെതിരെയുള്ള ഒരു പ്രവചന ദൂതാണ് ഇത്. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം നമ്മെ നട്ടിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ നട്ടവൻ ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കുവാൻ നാം ബാധ്യസ്ഥനാണ്. ഉടയവൻ പറയുകയാണ്. യെശയ്യാ പ്രവചനത്തിൽ വായിച്ചാട്ടെ 5:2 യെശയ്യാവ്. സ്തോത്രം. താഴോട്ട് വായിച്ചാട്ടെ 4 ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ അതിനു മുമ്പുണ്ടല്ലോ എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിപ്പീൻ. ഇനി വിധി വരിക. ഇനി എന്തു ചെയ്യും ഫലം കാഴ്ചയില്ലെങ്കിൽ? ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിലെന്ത് ചെയ്യുവാനുള്ളത്? സ്വർഗം ചോദിക്കുകയാണ്, കുഞ്ഞെ നിനക്ക് വേണ്ടി ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ചോദിച്ചതൊക്കെ ഞാൻ തന്നു, നീ നനച്ചതിലധികമായി ഞാൻ തന്നു. ഹല്ലേലൂയ. ഇനി ഞാൻ ഇതിൽ എന്താണ് ചെയ്യേണ്ടത്? അല്ലേ? ക്വസ്റ്റ്യൻ മാർക്കാനാണ്. എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ. കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, വചനത്തിൽ ഓരോ ക്വസ്റ്റ്യൻ മാർക്കും വായിക്കുന്ന നമ്മളാണ് ഉത്തരം കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ മാർക്ക് കൈ കിട്ടുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ കുഞ്ഞുങ്ങൾ ആൻസർ കൊടുക്കുന്ന പോലെ വചനത്തിലെ ഓരോ ക്വസ്റ്റ്യൻ മാർക്കും ഉത്തരം നാം കൊടുക്കണം. പെട്ടെന്ന് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറ്, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? ആകയാൽ ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നു പോകും. ഞാൻ അതിന്റെ മതിലിടിച്ചു കളയും. ഓ ശബലബലവശന്തരാജകന. പ്രിയമുള്ളവരെ, നീതിമാനായ യോബിനെ ഹല്ലേലൂയ സ്തോത്രം വേലി കെട്ടി സംരക്ഷിച്ച ഒരു ദൈവം അതിന്റെ ചെറിയൊരു പാർട്ട് ഒന്ന് തുറന്നു കൊടുത്തു. ഇവിടെ പറയാണ്, ഞാൻ അതിനെ വേലി പൊളിച്ചു കളയും. പ്രിയമുള്ളവരെ, നീതിമാനായ യോബ് ഹല്ലേലൂയ സ്വർഗം തന്നെ സാക്ഷി പറഞ്ഞ ഹല്ലേലൂയ സ്തോത്രം നീതിമാനായ യോബിന്റെ ഹല്ലേലൂയ വേലി കെട്ടി സംരക്ഷിച്ച ആ വേലിയുടെ ഒരു ഭാഗം അല്പം പൊളിച്ചു കളഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് തിരുവചനം നമുക്ക് ആലോചന പറയുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാനതിന്റെ മതിലിടിച്ചു കളയും, അതിനെ ചവിട്ടി മെതിച്ചു കളയും. ചവിട്ടി മെതിച്ച് കളയുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മെ തള്ളിവിടുവാൻ ഇടവരുത്താതെ ദൈവസന്നിധിയിൽ നാം ഓരോരുത്തരും ഹല്ലേലൂയ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം. അപ്പാ, ഇന്നെനിക്ക് ആയുസ് തന്നിരിക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രിയതമന് ഞാൻ എന്ത് ഫലം കൊടുക്കും? ഹല്ലേലൂയ സ്തോത്രം.
ഞാൻ അതിനെ ശൂന്യമാക്കും. താഴെ വരുമ്പോൾ പറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും. എബ്രായ 6-ാം അധ്യായം 8-ാം വാക്യം വായിച്ചേ. എബ്രായ 6:8 വായിച്ചേ. സ്തോത്രം. വേഗത്തിലെ പറക്കാരെയും മുള്ളും അല്ല കിളിക്കുമ്പോൾ അതിൽ കിളിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 6:8 മുള്ളും ഞെരിഞ്ഞിലും ഒന്നുകൂടെ വായിച്ചാട്ടെ. മുള്ളും ഞെരിഞ്ഞിലും സ്തോത്രം ശാപത്തിനടുത്തതുമാകുന്നു. പ്രിയമുള്ളവരെ, ഈ മുള്ളും ഞെരിഞ്ഞിലും മുളയ്ക്കുവാൻ തക്കവണ്ണം നമ്മുടെ വേലി പൊളിച്ച് കളയുമ്പോൾ ആത്മീയമായ അർത്ഥമാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ആത്മീയമായ ഒരു ദൂതൻ ഞാൻ വിളിച്ചു പറയുന്നു. അവന് ആഗ്രഹിക്കുന്ന തരത്തിലൊരു ഫലം കൊടുക്കുന്നില്ലെങ്കിൽ വേലി പൊളിച്ച് കളയുമ്പോൾ ഹല്ലേലൂയ പറക്കാരെ മുള്ളും കായ്ക്കുവാൻ തക്കവണ്ണം അവൻ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുത്താൽ, ഹൃദയത്തെ കാഠിന്യമാക്കാൻ വിട്ടുകൊടുത്താൽ, പ്രിയമുള്ളവരെ, അത് കത്തിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. ഹല്ലേലൂയ. ഒറ്റവാക്യം കൂടെ വായിച്ചിട്ടിരിക്കാം. മത്തായിയുടെ സുവിശേഷം 21:43 വായിച്ചിട്ട് ഞാൻ വായിക്കും. 21:43 മത്തായിയുടെ സുവിശേഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവരാജ്യം, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്ക. ഓ ഹല്ലേലൂയ. തമ്പുരാൻ നീതിമാനാ. ജാതികൾ ഇവിടെ വിശ്വാസം കണ്ടിട്ട് പറയുകയാണ്, ഇത് ഞാൻ ഇസ്രായേൽ കൂടി ഇങ്ങനെ വിശ്വാസം കണ്ടിട്ടില്ലെന്ന്. അതൊക്കെ ഞാൻ കുറിച്ച് കിടക്കുന്നില്ല. പത്രോസ് സ്തോത്രം അത് എന്താ പറയുക, നിന്ദ്യമാണെന്ന് കണ്ടതിനെയൊക്കെ ശുദ്ധീകരിച്ച് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ, ഹല്ലേലൂയ, അവർ അന്യഭാഷയിൽ ആരാധിച്ചപ്പോൾ അത്ഭുതം തോന്നി. ഇതാ പറയുന്നത് സ്തോത്രം എന്താണ്, ദൈവരാജ്യം നമ്മുടെ പക്കൽ തന്നെ ഉണ്ട്. നീ നല്ല തയ്യായി നിന്നെ നട്ടിരിക്കുമ്പോൾ, വിശിഷ്ട മന്ത്രി വള്ളിയായി സ്തോത്രം ഹല്ലേലൂയ നട്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അതിൻ്റെ ഫലം തിരഞ്ഞു വരുന്നൊരു ദൈവമുണ്ട്. അതിൻ്റെ ഫലം കൊടുത്തില്ലെങ്കിൽ വേലി പൊളിച്ചു കളയും. ആത്മീയമായ ചിന്തിക്ക്. ഇപ്പോൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളും സൗഖ്യങ്ങളും ആയിരിക്കത്തില്ല ശത്രുവായവൻ വേലിയിലേക്ക് കടക്കുമ്പോൾ. വേലി പൊളിച്ചവൻ കടക്കുവാൻ ദൈവം ഇടവരുത്താതെ ഓരോ ദിവസവും നമ്മെ നട്ടിരിക്കുന്നവൻ എപ്രകാരം നമ്മെ നട്ടിരിക്കുന്നു, വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കുമ്പോൾ നാം അവന് നല്ല ഫലം കായ്ക്കാൻ കൊടുത്തില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, പറക്കാരെ മുള്ളും കിളിക്കുവാൻ അവൻ വിട്ടുകൊടുക്കും. വേലി പൊളിച്ചും ചവിട്ടിമതിക്കും. സ്തോത്രം. സ്വന്തം ശലോമോൻ എഴുതിയതുപോലെ സ്വന്തം മുന്തിരിത്തോട്ടം കാക്കാൻ പറ്റിയില്ല. ഇന്ന് ഈ പകൽക്കാലം സ്തോത്രം അവിചാരിതമായിട്ടാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പേ നിൽക്കുമ്പോൾ ദൈവം തന്ന ദൂത് നിങ്ങളോട് ഞാൻ കൈമാറ്റം ചെയ്യുന്നു. എൻ്റെ അപ്പാ, ഈ വചനത്തിന് മുമ്പിൽ എന്നെ തന്നെ ഞാൻ താഴ്ത്തി സമർപ്പിക്കുന്നു. ഏത് മേഖലകളിലാണപ്പാ അങ്ങ് ആഗ്രഹിക്കുന്ന ഫലം, കാട്ടുമുന്തിരിയുടെ ഫലം പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കാം. നമ്മെ തന്നെ പരിപൂർണമായി താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ടും നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ, ക്രമപ്പെടുത്തുവാൻ സ്തോത്രം അവൻ നമ്മെ നട്ടതോർത്ത് വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി നട്ടപ്പോൾ തമ്പുരാൻ ഇൻസ്പെക്ഷന് വേണ്ടി കടന്നു വരുമ്പോൾ ആ ഇൻസ്പെക്ഷന് ഒരു കുറവും വരുത്തരുത്. അഥവാ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ 51-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു മുടക്ക്. തകർന്നൊന്നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയില്ല. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.